ചെണ്ടക്കുറ്റി റെഡിയായി എന്ന് ജോയിയേട്ടൻ്റെ വിളി വന്ന ഉടനെ 2 സഹോദരങ്ങളും കൂട്ടി നേരെ തൃശ്ശൂർക്ക്. സമയം ഇപ്പോൾ ഏകദേശം 1:30 കേട്ടോ. രാവിലെയാണേ. ഒരു റൂം എടുത്ത് അല്പം ഫ്രഷായി നേരെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഒരു ഓൺലൈൻ സ്റ്റുഡൻ്റായ രാജശ്രീ ചേച്ചിയുടെ വീട്ടിലേക്ക്. ചേച്ചി പ്രത്യേകം തയ്യാറാക്കിയ സ്പെഷ്യലെല്ലാം കഴിച്ച് ചേച്ചിയുടെ അമ്മയോടൊപ്പം കുറച്ച് സമയം ചിലവിട്ടിട്ട് നേരെ ചെണ്ടക്കുറ്റി എടുക്കുന്ന സ്ഥലത്തേക്ക് പോയി. അത് വാങ്ങി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇത് വെയിലേൽക്കാതെ ഫാനിൻ്റെ കാറ്റൊന്നും കൊള്ളാതെ ഉണക്കിയെടുക്കണം. അതിന് കുറച്ച് സമയം വേണം കേട്ടോ. അതുപോലെ വട്ടം പാരലായിട്ട് നമ്മൾ നന്നായി ഉണക്കി അടുക്കി സൂക്ഷിച്ചു. അതിനുശേഷം വെയിലൊന്നും ഏൽക്കാതെ നമ്മൾ റൂമിനകത്ത് തന്നെ ചെണ്ടക്കുറ്റിയും വട്ടവും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒന്ന് ക്ലിയറായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോളിഷിങ് പരിപാടികളെല്ലാം ചെയ്യാം. പോളിഷ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ 3 ആളും കൂടി ചെണ്ട കൊരുക്കാനായിട്ട് അങ്ങ് തുടങ്ങി. ചെണ്ട കൊരുക്കുന്ന പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചെണ്ട കൊരുത്ത് അത്യാവശ്യം ടൈറ്റൊക്കെ ആയതിനു ശേഷം നമ്മളിതുപോലെ ഒരിടത്ത് സൂക്ഷിച്ചു. ഒരു റൗണ്ട് ടൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളതുപോലെ കുട്ടികളെ കൊണ്ട് ചെണ്ട കൊട്ടി ഉടയ്ക്കുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അങ്ങനെ കൊട്ടി ഉടച്ച ചെണ്ടകൾ അടുത്ത ദിവസം പോയി നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. ഇത് മെഷീനിൽ കൂടെയാണ് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇത് അരക്കെട്ടിലിട്ട് ടൈറ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. ഇപ്പോൾ മെഷീനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെണ്ട കൊട്ടി ഉടയ്ക്കുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. ഇത് കുറേ ദിവസങ്ങളോളം നീണ്ടുപോയി. അതിനുശേഷം ചെണ്ടയെല്ലാം ഒന്ന് റെഡിയായി എന്ന് തോന്നിയപ്പോൾ നമ്മൾ നേരെ ചെണ്ടയും കൊണ്ട് തേർഡ് റൗണ്ട് ടൈറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകുന്നുണ്ട്. 3ാമത്തെ റൗണ്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്താണ് ചെണ്ട അതിൻ്റെ യഥാർത്ഥ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ 3ാമത്തെ റൗണ്ട് പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചെണ്ട റെഡിയായി കഴിഞ്ഞാൽ ഇപ്പോൾ കേൾക്കുന്ന ശബ്ദമായിരിക്കും പിന്നെ ചെണ്ടയിൽ നിന്ന് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് ചെണ്ടയെല്ലാം ഒന്ന് ഫൈനൽ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് 2 ദിവസം ഒന്ന് സൂക്ഷിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അതെല്ലാം കഴിഞ്ഞ് അതിനെല്ലാം റിക്കവർ ചെയ്ത് നമ്മൾ പാക്കിംഗ് സെഷനിലേക്ക് കടന്നു. ഇപ്പോൾ ഏകദേശം 2 മാസത്തിന് പുറത്തായി ഈ ചെണ്ട പണികൾ സ്റ്റാർട്ട് ചെയ്തത്. ഫൈനൽ പാക്കിംഗ് സെഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാക്ക് ചെയ്ത ചെണ്ടകളാണ് നമ്മളിവിടെ നിന്ന് കയറ്റി വിടുന്നത്. ഓരോ ചെണ്ടയ്ക്കും ഉള്ള ഉത്തരവാദിത്വം പരിപൂർണമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവസാനഘട്ട ചെണ്ട പാക്കിംഗ് പ്രോസസ്സാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ചെണ്ട കയറ്റി വിടുന്ന പേപ്പർ വർക്കുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെണ്ട പാക്ക് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.